അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാ. നമുക്ക് ഖാൻ കരിക്കോട് സാറിന്റെ പഠനം മധുരം ചാനലിലൂടെ കുട്ടികളുടെ മനസ്സറിയാം എന്നുള്ള എപ്പിസോഡിൽ ഇന്ന് ഇൻഷാ അല്ലാ നമുക്ക് 19 വയസ്സ്, ഏകദേശം ഒരു 18 വയസ്സ് വരെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ 19 വയസ്സിൽ നമ്മൾ കാണേണ്ട ഏകദേശം ഒരു മനുഷ്യനെ എപ്പോഴും ചിന്തിക്കാതെ ഓരോ വിഷയങ്ങൾക്ക് എടുത്തു ചാടുന്ന പ്രായമാണ് ഈ പറയുന്ന പ്രായങ്ങളൊക്കെ. അപ്പൊ ഒരു പക്വത എത്തുന്നതിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, ആ വയസ്സിലേക്ക്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ 19ാമത്തെ വയസ്സിൽ, ഇന്നത്തെ നമുക്ക് പഠിക്കേണ്ടത് 19ാമത്തെ വയസ്സാണ്. നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാ എപ്പിസോഡും കാണുക. കാരണം എന്താ, അത് നമ്മുടെ സമൂഹത്തിന് ഉപകരിക്കുന്നതാണ്, നമ്മുടെ കുടുംബത്തിന് ഉപകരിക്കുന്നതാണ്, നമ്മുടെ തലമുറയ്ക്ക് ഉപകരിക്കുന്നതാണ്. അപ്പോൾ ഇതിലുള്ള ഓരോ വീഡിയോകളും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഉണർത്തിക്കൊണ്ട് അൽഹംദുലില്ലാഹ് സാറേ 19ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം? 19ാമത്തെ വയസ്സ്, അപ്പൊ കുട്ടികളുടെ കാര്യമാണല്ലോ പറഞ്ഞത്. മുതിർന്ന ആളായില്ലേ ഇത് തോന്നലുണ്ടാവും. 19ാമത്തെ വയസ്സിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. ശാരീരിക വളർച്ച കറക്റ്റായി മുതിർന്നവരെ പോലെയൊക്കെ പെരുമാറാനൊക്കെ തുടങ്ങി. മസ്തിഷ്ക വളർച്ച പൂർണ്ണമായിട്ടില്ല, പക്വത ഇനിയും എത്തേണ്ടതുണ്ട്. അതെന്ന് വെച്ചാൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു ഗ്രന്ഥി അതുപോലെയുള്ള ഒന്നുണ്ട് നമ്മുടെ തലച്ചോറിൻ്റെ മുൻവശത്താണ്. അത് പൂർണ്ണ വളർച്ച എത്തുമ്പോഴേ പക്വത വരത്തുള്ളൂ. അത് 25 വയസ്സ് കഴിയണം. അതുവരെ പല കാര്യങ്ങളിലേക്കുള്ള എടുത്തുചാട്ടം ഉണ്ടാവും. ഈ എടുത്തുചാട്ടം ഉണ്ടാണ് ഇപ്പോൾ യുവാവായി കാണാൻ ആഗ്രഹിക്കും, പക്ഷേ ഇതിനോടൊപ്പം ഈ എടുത്തുചാട്ടം വരും. അപ്പോൾ ഈ സമയത്ത് വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയിലൊക്കെ ഒരുപാട് കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ സാമൂഹ്യപരമായ മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊണ്ടേക്കാം ഈ പ്രായത്തിൽ. ഈ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്, മുതിർന്നവരെ പോലെ എല്ലാം ആയിക്കഴിഞ്ഞു, 19 ആയിക്കഴിഞ്ഞു. പക്ഷേ വീട്ടുകാരുടെയൊക്കെ പിന്തുണ വേണമെന്നും ആഗ്രഹിക്കാം. മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സുകൊണ്ട് ഒരു പക്വതയുള്ള ഒരാളായി തോന്നേണ്ട സമയമാണ്. പക്ഷേ എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 26 വയസ്സ് വരെ ആ പക്വതയുടെ പൂർണ്ണത എത്തത്തില്ല. അതുകൊണ്ടാണ് കല്യാണം കഴിക്കണമെങ്കിൽ ഒരു പുരുഷൻ ഒരു 28 വയസ്സ് 27 വയസ്സ് കഴിയണം, എങ്കിലേ ഒരു പക്വതയുടെ തലത്തിലോട്ട് വരുന്ന. പെൺകുട്ടികൾ 23 വയസ്സ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. അപ്പോൾ ഈ സമയത്ത് ഈ നേട്ടങ്ങൾക്കായി ശ്രമിക്കുന്ന ഒരു സമയമാണ് ഈ 19 വയസ്സൊക്കെ പറയുന്നത്. അപ്പോൾ അംഗീകാരം, മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടണമെന്നൊക്കെ ഉള്ള ഒരു ശ്രമമാണ്. ഇതിനകത്ത് പ്രധാനമായി നമ്മൾ എടുത്തു പറഞ്ഞത് പക്വതയുടെ ഭാഗമാണ്. ഞാനൊരു പക്വതയുള്ള ആളായി എന്ന് പറഞ്ഞാൽ ശാരീരികമായി പക്വത എത്തിയിട്ടില്ല എന്ന് സ്വയം ഇത്തരക്കാർ ഓർക്കേണ്ടതുണ്ട്. അതെ, 19ാമത്തെ വയസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്തത്. അൽഹംദുലില്ലാഹ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് പറയാൻ, മറ്റുള്ളവർക്ക് നമുക്ക് കിട്ടിയ അറിവുകൾ പകർന്നു നൽകുക. അതേപോലെ നമ്മുടെ പുതിയ തലമുറയെ, പ്രത്യേകിച്ച് നമ്മുടെ കൂടുതൽ ഈ വീഡിയോ കാണുന്ന നമ്മുടെ അധ്യാപകരും അതേപോലെ രക്ഷകർത്താക്കളും കാണുന്നുണ്ട്. ഒരുപാട് സമൂഹത്തിൽ വളരെ ഉന്നതിയിലുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ട്, അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ് പ്രത്യേകിച്ച് ഖാൻ കരിക്കോട് സാറിന്റെ വീഡിയോ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു തആല ഈ സംരംഭങ്ങളെയൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ. സാർ ഈ ചെയ്യുന്ന സേവനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം.